പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗമായ സാധ്യതകളുടെ ഗണിതത്തിലേക്കൊന്ന് നോക്കാം. എന്തിലും ഏതിലും ഗണിതം ഉണ്ടല്ലോ. അപ്പൊ സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പ് ഉണ്ടായില്ലേ? ഓർമ്മയുണ്ടോ? അപ്പൊ ശരിക്കും നമ്മൾ സാധാരണ ഇലക്ഷൻ നടക്കുന്ന പോലെ വോട്ടൊക്കെ ചെയ്ത് ആണ് ക്ലാസ് ലീഡറെ തിരഞ്ഞെടുത്തത്. അപ്പൊ കഴിഞ്ഞ വർഷം എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ 2 കുട്ടികൾക്ക് ഒരേ വോട്ട് കിട്ടി. രണ്ടാളെ നമുക്ക് ലീഡറാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒരാളല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതന്നെ, നമ്മൾ കോയിൻ ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? ഹെഡ് വരാം, ടെയിൽ വരാം. രണ്ടും കൂടി ഒന്നിച്ചു വരുമോ? അതില്ലല്ലോ. അപ്പോൾ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അങ്ങനെ നമ്മൾ ലീഡറെ സെലക്ട് ചെയ്യും. രണ്ടാമത് കിട്ടുന്ന ആൾക്ക് ഡെപ്യൂട്ടി ലീഡറാക്കും. അപ്പോൾ ഇതിലാകെ 2 കാര്യങ്ങളാണ് വരാനുള്ളത്. ഒന്ന് ഹെഡ് വരും, അതല്ലെങ്കിൽ ടെയിൽ വരും. അപ്പൊ ഹെഡ് കിട്ടാൻ എത്ര സാധ്യത ഉണ്ട്? ആകെ ഒരു പ്രാവശ്യമല്ലേ ഹെഡ് വരുള്ളൂ. അപ്പോ ആകെ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് 1/2. ടെയിൽ കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? അപ്പോ 1/2 തന്നെ. രണ്ടും കൂടി കൂട്ടിയാൽ 1 ആകെ ഉള്ള സാധനം 1 അല്ലേ? അപ്പോ 1/2 1/2 എന്ന് കിട്ടുന്നു. ഇതേപോലെ സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണി കളിക്കാറുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക കളിക്കാൻ വേണ്ടിയിട്ട്? കുറെ കരുക്കൾ ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ ഒരു ഡൈസ് ഉണ്ടാവില്ലേ? അതിനെന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? ശരിയാണ്, 1 മുതൽ 6 വരെയുള്ള കുത്തുകൾ ഇട്ടിട്ടുണ്ടാവും അതില്. അപ്പൊ ആ ഡൈസ് ഇങ്ങനെ ത്രോ ചെയ്യുമ്പോ എന്തൊക്കെ സംഖ്യകൾ വരാം? 1 വരാം, 2 വരാം, 3, 4, 5, 6 ഒക്കെ കൂടി ഒന്നിച്ചു വരുമോ? അതില്ലല്ലോ. ഓരോ ടോസിലും ഓരോന്നാ വരിക. അപ്പൊ ആകെ എത്ര ഉണ്ട്? 6 സംഖ്യകളുണ്ട്. നമ്മൾ ചിലപ്പോ ടോസ് ചെയ്യുമ്പോ അതല്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുമ്പോ ഒക്കെ നമുക്ക് ഇവിടെ 6 എണ്ണത്തില് ഏതെങ്കിലും ഒന്നേ വരുമല്ലോ. അപ്പൊ 1 കിട്ടാൻ എന്താ ചാൻസ്? അത് 1 തന്നെയാണ്. 2 കിട്ടാനോ? ഒരു ചാൻസ്. 3 കിട്ടാൻ ഒരു ചാൻസ്. 4 കിട്ടാൻ ഒരു ചാൻസ്. 5 കിട്ടാനും ഒരു ചാൻസ്. 6 കിട്ടാൻ ഒരു ചാൻസ്. എല്ലാറ്റിനും 1 വീതം. അതായത് നമ്മൾ ഇതിനെ എല്ലാം ഭിന്നസംഖ്യ ആയിട്ട് പറയുകയാണെങ്കിൽ 6-1 1/6 ചാൻസ് ആണ് ഏത് നമ്പർ കിട്ടാനുണ്ടാവുക. അപ്പൊ ഇതേപോലെ 2ന്റെ മൾട്ടിപ്പിൾസ് കിട്ടാനാണെങ്കിലോ, ഡൈടോസ് ചെയ്യുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് പറയുമ്പോൾ ഏതൊക്കെ വരാം? 2 വരാം, 4 വരാം, 6 വരാം. 3 കേസ്. ആകെയുള്ളത് 6 സംഖ്യകളാണ്. അപ്പൊ 3/6, അതായത് 1/2 എന്നുള്ള ചാൻസ് വരിക അല്ലേ? ഇതേപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ ഗണിതം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം ഗണിതങ്ങളെ കുറിച്ച്, ആ ഗണിതത്തിലെ ഭാഗത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാൻസിനെ, സാധ്യതയെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാം. ഉണ്ടാകാമോ ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ളതും സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ഒരു പാത്രത്തിൽ 3 ഓറഞ്ച് പന്തുകളും 3 പച്ചപ്പന്തുകളും 4 വയലറ്റ് പന്തുകളുമുണ്ട്. പാത്രത്തിലേക്ക് നോക്കാതെ ഒരു പന്തെടുത്താൽ അത് എ ഓറഞ്ച് നിറമാവാനുള്ള സാധ്യതയെന്ത്, പച്ച നിറമാവാനുള്ള സാധ്യതയെന്ത്, വയലറ്റ് നിറമാവാനുള്ള സാധ്യതയെന്ത്? ഏത് കിട്ടാനാണ് സാധ്യത കൂടുതൽ? There are 3 orange balls, 3 green balls and 4 violet balls in a pot. Without looking to the pot, a ball is taken. What is the probability of A. getting an orange ball, B. getting a green ball, C. getting a violet ball?
Which colored ball has more probability? ഇതിന്റെ ഉത്തരം നോക്കാം. 3 green balls, 3 orange balls and 4 violet balls are there. Without looking to the board, we have to take orange, green and violet. What is the probability of getting a orange ball? That is 3 by 10. What is the chance of getting a green ball? It is also 3 by 10. What is the chance of getting violet ball? It is 4 by 10. പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3 by 10. ഓറഞ്ച് പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3 by 10. വയലറ്റ് പന്ത് കിട്ടാനോ? 4 by 10 ആണ്. ഏതാ കൂടുതൽ? 4 by 10 അല്ലേ? അപ്പോ ഈ പോട്ടിൽ നിന്നും ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഏതിനാണ്? പ്രോബബിലിറ്റി വയലറ്റ് പന്ത് കിട്ടാനാണ്. ഓക്കെ. ഒരു പാത്രത്തിൽ 6 ചുവപ്പ് പന്തുകളും 2 പച്ച പന്തുകളുമുണ്ട്. പാത്രത്തിലേക്ക് നോക്കാതെ ഒരു പന്തെടുക്കുകയാണെങ്കിൽ അത് പച്ചയാകാനുള്ള സാധ്യത എന്ത്? പാത്രത്തിലേക്ക് ഒരു പച്ചപ്പന്ത് കൂടി ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ഏത് സന്ദർഭത്തിലാണ് പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? There are 6 red balls and 2 green balls in a pot. Without looking to the pot, a ball is taken. What is the probability of getting a green ball? One more green ball is put into the pot. Then, what is the probability of getting a green ball? In which occasion the probability of getting a green ball is bigger? ഒരു പാത്രത്തില് 6 ചുവന്ന പന്തുകളും 2 പച്ച പന്തുകളും ഉണ്ട്. ഇതിൽ നിന്നും ഒരു പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ആകെ 2 പച്ചപ്പന്താണുള്ളത്. അതിൽ രണ്ടും കൂടി ചുവപ്പും പച്ചയും കൂടി. അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഏതിനാണ്? ചുവന്ന പന്തിനല്ലേ? കാരണം കൂടുതൽ എണ്ണം അതാണ്. നമുക്ക് നോക്കാം പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്. The probability of getting green ball without looking to the pot. ഈ പാത്രത്തിലേക്ക് നോക്കാതെ നമ്മളൊരു ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? നമുക്ക് നോക്കാം. How many green balls are there? Only 2. The remaining 6 are red balls. That is, the probability of getting a green ball is 2 by 8. ഇനി ഈ പോട്ടിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ കൂടി ഇട്ടു. ഇപ്പൊ നമുക്ക് ആകെ എത്രയായി? 6 റെഡ് ബോൾസ് പിന്നെ 3 ഗ്രീൻ ബോൾസ്. അപ്പൊ ടോട്ടൽ 9 ആണ്. Then probability of getting a green ball, ഒരു പച്ചപ്പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 3 by 9. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ സാധ്യത? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. 2 into 9, 8 into 9. 3 into 8, 8 into 9. ഈ രണ്ട് ഭിന്നസംഖ്യകളും നമുക്കൊന്ന് താരതമ്യം ചെയ്താൽ പോരെ? 2 into 9, 2 into 9, 18. 8 into 9, 8 9s are 72. 3 into 8, 24. 24 by 72. That is 24 by 72 is large. Therefore 3 by 9 is large. അപ്പോ 3 പന്ത് ഗ്രീൻ ആവുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ സാധ്യത ഉണ്ട്. അതായത് സാധ്യത സമം സംഭവിക്കേണ്ടതിൻ്റെ എണ്ണം ബൈ ആകെ എണ്ണം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ അതിലെ സംഖ്യ എ ഇരട്ടസംഖ്യയാവാനുള്ള സാധ്യത എത്ര, ബി ഒറ്റസംഖ്യയാവാനുള്ള സാധ്യത എത്ര, സി 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്ര?
Counting numbers 1 to 25 are written in pieces of paper and put in a box. A piece of paper is taken from it blindly. What is the probability of getting A, an even number, B, an odd number, C, a multiple of 3?